ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അലീന കിടന്നുറങ്ങാണ്, പക്ഷേ ഉറങ്ങിയിട്ടില്ല. അപ്പോഴേക്കും ഹരി വന്ന് കഥയിൽ തട്ടിക്കൊണ്ടേയിരിക്കുക. ഈ സമയം അലീന തുറക്കാതെ കിടക്കുക. പക്ഷേ വീണ്ടും വീണ്ടും ഹരി തട്ടുന്നു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് പേടിയായി. ഹരി സമയം നോക്കി 11:30. ഈശ്വര, ഇവൾ ഉറങ്ങിയോ എന്ന് ആലോചിച്ചുകൊണ്ട് വീണ്ടും കഥയിൽ തട്ടുക. ഒരു രക്ഷയുമില്ല. അലീന തുറക്കില്ലെന്നുള്ള വാശിയില്ല. മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കമാണേ. അപ്പോൾ ഹരി വാതിലൊക്കെ തുറക്കാൻ ശ്രമിക്കുക. ദൈവമേ, വാതിൽ തുറക്കാൻ പറ്റരുത്, കർത്താവെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അലീന ഇങ്ങനെ കിടക്കുക. അങ്ങനെ കുറേ നേരം അവിടെ കാത്തു നിന്നതിന് ശേഷം നമ്മുടെ ഹരി അവിടെ നിന്നും പോവുകയാണ് ദേഷ്യപ്പെട്ട്. ഈ സമയം പിന്നീട് നേരം വെളുത്തതും അലീന വീടൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുക. ഡൈനിങ് ടേബിളാണ് ആദ്യം വൃത്തിയാക്കുന്നത്. അപ്പോൾ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരി അങ്ങോട്ട് വരാം. അതെ, ഇന്നലെ രാത്രി ഞാൻ കുറേ നേരം കഥയിൽ തട്ടിയായിരുന്നു, എന്താ എഴുന്നേക്കാതിരുന്നേ? അത് കേട്ടതും അലീന ഒന്നും മിണ്ടാതെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുക. അതെ, ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. സാരമില്ല, ഉറങ്ങിപ്പോയായിരുന്നോ? ആ, സാരമില്ല കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട, ഇന്ന് രാത്രി ഞാൻ വരാം, അപ്പോൾ തുറന്നാൽ മതി. അത് കേട്ടതും അലീന ഒന്നും മിണ്ടാതെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. ഈ സമയം ഹരി, അതെ, ഞാൻ പറയുന്ന വല്ലതും നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒന്നും മിണ്ടാതെ അലീന ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ശേ, ഇവൾക്ക് എന്താ ചെവി കേട്ടൂടെ? ഞാൻ പറയുന്ന വല്ലോ നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അലീനെ ശല്യം ചെയ്യുക. പക്ഷെ അലീന ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ മോപ്പും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരിക. അതെ, എൻ്റെ റൂം ക്ലീൻ ചെയ്യണം, എൻ്റെ റൂം ക്ലീൻ ചെയ്യണമെന്ന് നിനക്ക് ചെവി കേട്ടൂടെ? ഞാൻ കേട്ടു, വരാം, ആദ്യം ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്നും അലീന പറയുക. അത് കേട്ടതും ഹരി അവിടെ നിന്നും വേഗം റൂമിലേക്ക് പോയി. അതിനുശേഷം അലീന വരുമെന്നും പ്രതീക്ഷിച്ച് ജനലൊക്കെ അടച്ചു പൂട്ടി. ഈ സമയമാണെങ്കിലും അലീന അവിടെ മുഴുവനും വൃത്തിയാക്കിയിട്ട് മോപ്പും വെള്ളവുമായിട്ട് മുകളിലേക്ക് പോവുക. അങ്ങനെ മുകളിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഹരിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയം അവിടെ വെള്ളമൊക്കെ കൊണ്ട് അവിടെ അകത്ത് വെച്ചിട്ട്, അലീന, ഈ മുറിയാണോ ക്ലീൻ ചെയ്യേണ്ടത്? അതെ, ഈ മുറി തന്നെയാണ് എന്നും പറഞ്ഞ് ഹരി പ്രതീക്ഷയോടെ വിളിക്കുക. ഈ സമയം അകത്തേക്ക് കയറി അലീന അവിടെ തുടക്കാൻ തുടങ്ങുക, മുറി അടിച്ചു വരാൻ തുടങ്ങുക. അപ്പോഴേക്കും ഹരി അവിടെ കഥ കടച്ച് പൂട്ടി. എന്നിട്ട് അലീനയോട് ചോദിക്കുക, അതെ, ദേ, നിനക്ക് എന്താ വേണ്ടേ? എന്ത് വേണേലും ഞാൻ മേടിച്ചു തരാം. എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറയട്ടെ? പറഞ്ഞോ, സന്തോഷമായിട്ട് പറഞ്ഞോ, എന്ത് വേണേലും പറഞ്ഞോ. എനിക്ക് വേണ്ടത് ഈ വീട്ടിൽ ജോലിക്ക് വന്ന എന്നെ നീ ഒരു സഹോദരിയെ പോലെ സ്നേഹിക്കണം, അത്രയേ ഉള്ളൂ. ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ചാൽ മതി. അത് കേട്ടതും, ഒരു വീട്ടുവേലക്കാരിയെ കൂടപ്പറപ്പായിട്ട് കാണാൻ ഞാനെന്താ മണ്ടനാണോ എന്നും. അത് കേട്ടതും, അല്ലല്ലോ. അതെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? കൈതയ്ക്കൽ മാളിക വീട്ടിൽ ജനിച്ച ഒരാണിൻ്റെ അന്തസ്സെങ്കിലും കാണിക്കടാ. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ആണെന്ന് പറയാം. ഈ വീട്ടിലെ എത്ര ഡീസൻ്റാ മനുവേട്ടനൊക്കെ, എന്ത് നീറ്റായിട്ടാണ് പെരുമാറുന്നത്. അവരാണ് കൈതയ്ക്കൽ കുടുംബത്തിൽ പിറന്നവരെന്ന് തറവാട്ട് മഹിമയുള്ളവർ. എന്നാൽ നിനക്കത് തൊട്ട് തീണ്ടിയിട്ടില്ലല്ലോ. ദേ, നീ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടാ? ദേ, ഈ പൈസ നീ വെച്ചോ, 1500 രൂപയുണ്ട്. എനിക്ക് വേണ്ടെങ്കിലോ? എനിക്ക് വേണ്ടത് നീ ഒരാണായിട്ട് നിന്ന് കാണിക്കും, അന്തസ്സുള്ള കുടുംബത്തിലെ ആണായിട്ട്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വിശ്വസിക്കാം. അത് കേട്ടതും, ദേ, ഞാൻ പറയുന്ന അനുസരിച്ച് 2 പവൻ്റെ ചെയിൻ മേടിച്ചു തരാം. വേണ്ടെന്നേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല. അത്യാവശ്യം എനിക്ക് ഇവിടെ നിന്ന് തരുന്ന കൂലി മാത്രം മതി, മനസ്സിലായല്ലോ? വേറെ ഒന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ജോലി നോക്കി പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അലീന തുടച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടതും ഹരിക്ക് ഭയങ്കര ദേഷ്യം വരിക. എടി, നീ ഒരു കോപ്പും ഉണ്ടാക്കണ്ട, പോടുന്ന്, എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ, ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ ദേഷ്യപ്പെട്ട് ഇറക്കി വിടുക. അലീനയ്ക്ക് സന്തോഷമായി, ഇനി ആ മുറി ക്ലീൻ ചെയ്യണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അലീന താഴേക്ക് ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് ഇറങ്ങി പോവുക. ഈ സമയം, ഇവളെ ഞാൻ എടുത്തോളാം. എടി, എന്നെ തറവാടി അല്ല എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്നും ആലോചിച്ചുകൊണ്ട് ഹരി ഇങ്ങനെ നിൽക്കുക. ഈ സമയം അലീന വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് മുറിയുടെ ഉള്ളിലേക്ക് ചെല്ലുക. അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ അലീന മുത്തശ്ശിയോട്, അതെ മുത്തശ്ശി, എല്ലാം കഴിഞ്ഞോ? ഇനി നമുക്കൊന്ന് സുന്ദരിയാകണ്ടേ? ഒന്ന് പോടി പെണ്ണേ, എന്ത് സുന്ദരിയാകാനാ? അല്ലെങ്കിൽ തന്നെ ഈ സുന്ദരിയായിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആയ കാലത്ത് മുത്തശ്ശി നല്ല സുന്ദരിയാണെന്ന് ഈ മുഖം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതൊരു കാലം, വെക്കലും വിളമ്പലും കുട്ടികളെ നോക്കലും വളർത്തലും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ജീവിതമായിരുന്നു. പിന്നെ വയസ്സായിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നില്ലേ മോളെ എന്നൊക്കെ പറയാണ്. അത് കേട്ടതും അലീന, ആര് പറഞ്ഞു മുത്തശ്ശിക്ക് വയസ്സായിന്ന്? മുത്തശ്ശി ഇനിയും കുറേ നാൾ എഴുന്നേറ്റ് ഓടി നടക്കും, ഓടിച്ചാടി നടന്ന് എൻ്റെ മുത്തശ്ശി നല്ല സന്തോഷത്തോടെ ജീവിക്കും. അത് കേട്ടതും,
കാലൊക്കെ ഒടിഞ്ഞു, എല്ലും പൊട്ടി. മുത്തശ്ശിയായി തന്നെ പോയില്ലേ, വയസ്സായി പോയില്ലേ എന്നൊക്കെ പറയാതെ കേട്ടത്. ഒന്ന് പോ മുത്തശ്ശി വയസ്സൊന്നും ആയിട്ടില്ല. ആ എൻ്റെ അമ്മയും ഇങ്ങനെയൊക്കെ തന്നെ പറയുമായിരിക്കും അല്ലേ മുത്തശ്ശി? നിൻ്റെ അമ്മയോ? അവരൊക്കെ എവിടെയുണ്ട്? നിനക്കാരും ഇല്ല എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പം എല്ലാവരും എവിടെയാ? ആ അവരൊക്കെ എവിടെയുണ്ടെന്ന് എനിക്കും, ഞാൻ എവിടെയുണ്ടെന്ന് അവർക്കും അറിയില്ല. അതാണ് വല്ലാത്ത കഷ്ടം. ഒന്ന് പോടി. ഞാൻ ആകെ പ്രതീക്ഷിച്ചു നിൻ്റെ അച്ഛനും അമ്മയും നിനക്കറിയാമെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ട് നിന്നെ ആക്കണമെന്ന് ഇവിടെയുള്ളവരോട് ഞാൻ പറഞ്ഞു തന്നെയായിരുന്നു. അവരുടെ സ്നേഹം നിനക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. അതെനിക്കറിയാമെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു മുത്തശ്ശി. ഇനി എൻ്റെ സ്വർഗം ഇവിടെയാ. മുത്തശ്ശിയാ എൻ്റെ എല്ലാം. എന്താ മുത്തശ്ശിക്ക് എന്നെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? സ്വന്തം പേരക്കുട്ടിയെ പോലെ? ഉറപ്പായിട്ടും എൻ്റെ പേരക്കുട്ടികളെക്കാൾ കൂടുതൽ, കാരണം അവരെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ. അപ്പോൾ അതിൻ്റെ ഡബിൾ മടങ്ങായിട്ട് ഞാൻ തിരിച്ചു തരണ്ടേ എന്നും മുത്തശ്ശിയും പറയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ്, അതായത് വൈജയന്തിയുടെ വീട്ടിൽ. ആ ബാലചന്ദ്രൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ ദേ അമ്മയാ വിളിക്കുന്നേ. ആ ഹലോ. ആ എന്താ ബാലചന്ദ്ര, ഫോണിൽ ഭയങ്കര ബിസിയാണല്ലോ. മറ്റേ ഫോണിൽ ആരാ സംസാരിക്കുന്നേ? അതെ ഒരു സുന്ദരിയോട് എന്നും ബാലചന്ദ്രൻ. അത് കേട്ടതും ഒന്നാക്കണ്ട, 2-3 ഒരുമിച്ച് സംസാരിച്ചൂടെ എന്നും വൈജയന്തി. അത് കേട്ടതും നീ കാര്യം പറ ജയന്തി. അതെ നാളെ ശിവേട്ടൻ ദുബായിക്ക് പോവുക. ശിവേട്ടനെ യാത്രയാക്കണ്ടേ? ആ വേണം. അതിന് നിൻ്റെ ആങ്ങളെ യാത്രയാക്കാൻ നിനക്ക് പോയാൽ പോരെ? ഓഹോ ഇപ്പം അങ്ങനെയായോ? എൻ്റെ ജയന്തി എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതുമല്ല മക്കൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ട് പോയാൽ മക്കൾ എന്ത് ചെയ്യും? ആ അത് ശരിയാ. എന്നാൽ പിന്നെ ഞാൻ നേരെ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് പോകും. ആ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. നാളെ കഴിഞ്ഞ് ഞാൻ വരൂ, ഇല്ലെങ്കിൽ നാളെ വരാം അമ്മയും കൂട്ടി. ശരി ജയന്തി. ആ എന്നാൽ ശരിയാ, ഫോൺ വയ്ക്കുകയാണേ. കണ്ടവളുമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കാതെ പോയി ജോലി ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയന്തി ഫോൺ കട്ട് ചെയ്യുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ്റെ മോള് വരിക. അതെ അച്ഛ അമ്മ എന്താ പറഞ്ഞേ? മാമ അപ്പോൾ ശിവങ്കളെ യാത്രയൊക്കെ ഞങ്ങൾ വരണ്ടേ? വേണ്ട മോളെ, അന്ന് നിങ്ങൾ പോയി കണ്ടേച്ചു വന്നതല്ലേ, പിന്നെ എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നേ? നിങ്ങൾ എന്തായാലും പിന്നെ പോയാൽ മതി. ഇപ്പം എന്തായാലും പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ, പഠിച്ചൊക്കെ കഴിയും. പിന്നെ നാളെ മുത്തശ്ശി വരുമോ അച്ഛാ? പിന്നെ മുത്തശ്ശി വരും. ആ സർവൻ്റോ? ആ കുട്ടി വരുമെന്ന് അറിയില്ല. ഇനി നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വരും, ഇല്ലെങ്കിൽ ഇല്ല. അച്ഛാ ആ സർവൻ്റ് ഞങ്ങളുടെ പ്രായമുള്ള കുട്ടിയല്ലേ, അപ്പോൾ കൊണ്ടുവച്ചാ ഞങ്ങൾക്കൊരു കൂട്ടാവും. അത് മാത്രമല്ല അച്ഛൻ എന്തിനാ അമ്മ പറയുന്നതെല്ലാം കേട്ടു കൊടുക്കുന്നേ? എൻ്റെ പൊന്നു മോളെ, ജീവിച്ച് പോകണ്ടേ? അതിന് നിൻ്റെ അമ്മ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. ആ അച്ഛൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേർ ചിരിക്കുക. ഈ സമയം ബാലേന്ദ്രൻ അങ്ങ് പോവുക. എന്തായാലും അമ്മയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയോട് ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന മുത്തശ്ശിയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ മുത്തശ്ശിയുടെ ഈ ഭംഗി ഇനിയും നിലനിർത്തിക്കൊണ്ടു പോകണം. മുത്തശ്ശിയെ കുളിപ്പിച്ച് ഭസ്മം തൊടിയിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരുത്തണം. എനിക്കതാ സന്തോഷം എന്നൊക്കെ പറയാം. ഒന്ന് പോടി ഇവിടെ നിന്ന്, ഈ വയസ്സാം കാലത്ത് ഇനി എനിക്ക് എന്ത് മേക്കപ്പ് ഇടാനാ? ആയ കാലത്ത് ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒരു കാലം അല്ലേ മോളെ എന്നൊക്കെ പറയാം. അതെ മുത്തശ്ശി, പക്ഷെ ഇപ്പോഴും മുത്തശ്ശിക്ക് സൗന്ദര്യത്തിനൊട്ടും കുറവൊന്നുമില്ല കേട്ടോ. മുത്തശ്ശി ഇന്ന് സന്തോഷമായിട്ടിരിക്കണം. അതെ ഇന്നെൻ്റെ മോള് വരും. ഇന്ന് വരുമോ? ആ ഇന്ന് വരും. അതെ നാളെ ശിവൻ ദുബായിക്ക് പോകുമല്ലേ, അവനെ യാത്രയാക്കാൻ വരുന്നതാ. അത് കഴിഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പം എന്നെ കൊണ്ടുപോകുമോ മുത്തശ്ശി? മുത്തശ്ശിയെ നോക്കാനല്ലേ എന്നെ കൊണ്ടുവന്നത്, അപ്പോൾ എന്നെ കൂടെ കൂട്ടുമോ? അത് കേട്ടതും ആ മോളെയും കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോയാൽ വേറെ ആൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോകും, മോളെ കൂടെ കൊണ്ടുപോകും. അത് കേട്ടതും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആ അങ്ങനെയാണെങ്കിൽ നല്ലതാ മുത്തശ്ശി. ഇവിടെ മുത്തശ്ശി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് നല്ല സങ്കടമാവും, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോകും. അത് കേട്ടതും അത് ശരിയാ മോളെ, അതുകൊണ്ട് മോള് പേടിക്കണ്ട, മോളെ കൊണ്ടുപോകാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ സന്തോഷിപ്പിക്കുക അലീനയെ. ഈ സമയം കാറിൻ്റെ ഹോണടി കേൾക്കുക. അത് അവളാ, വൈജയന്തിയാ, എൻ്റെ മോള് വന്നു. അത് കേട്ടതും അലീന ഭയങ്കര വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കുക. എന്നിട്ട് ജനൽ തുറന്ന് നമ്മുടെ വൈജയന്തിയെ നോക്കുകയാണ്. വൈജയന്തിയെ കണ്ടതും അലീനയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അലീന ജനലിൽ കൂടെ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുക. ഈ സമയം അലീന വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കണ്ടപ്പോൾ മുത്തശ്ശി ചോദിക്കുക, നീ എന്താ മോളെ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടുന്നേ, എന്തു പറ്റി? അത് മുത്തശ്ശിയുടെ മോളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ,
അതുകൊണ്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓടിയതാ മുത്തശ്ശി. ഞാനൊന്ന് കണ്ടേച്ചു വരാവേ. ശരി മോളെ, കണ്ടിട്ട് വാ എന്നും പറഞ്ഞ് മുത്തശ്ശി അലീനയോട് പറയുക. ഒന്നും നോക്കാൻ സമയമില്ല. ഓടിപ്പോയി ഉമ്മറത്ത് നിന്നു. ഉമ്മറവാതിക്കലിലൂടെ നോക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്നാൽ ഉമ്മറവാതിക്കലിൻ്റെ അവിടെ നിന്ന് കുറച്ച് മറഞ്ഞു നിന്നു. അതിനുശേഷം നമ്മുടെ വൈജയന്തി അകത്തേക്ക് വന്നപ്പോൾ ആ കാഴ്ച കണ്ട് സന്തോഷത്താൽ മതിമറന്നു നിന്നു. അമ്മയാണ് തൻ്റെ അരികിലൂടെ പോകുന്നത് എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ഹൃദയമിടിപ്പ് കൂടി സന്തോഷം മനസ്സിലേക്ക് ഉദിച്ചു വന്നു. അങ്ങനെ തൻ്റെ അമ്മയെ തൻ്റെ മുന്നിൽ കണ്ട സന്തോഷം അലീനയുടെ മുഖത്ത് കാണാൻ പറ്റി. സന്തോഷ കണ്ണുനീർ കണ്ണിലൂടെ ഒഴുകി. ഈ സമയം അതെ ശിവേട്ടാ, എടി നീ വന്നോ? ശിവേട്ടൻ നാളെയല്ലേ പോകുന്നേ? അതെ. അല്ല, ബാലചന്ദ്രൻ വന്നില്ലേ? ഓ, ബാലേട്ടൻ നല്ല തിരക്കാ ശിവേട്ടാ. എടി, ബാലനെക്കാളും തിരക്ക് നിനക്കാ. ഞാൻ നിന്നെ വിളിച്ചാൽ പോലും നിന്നെ ഒന്നും കിട്ടുന്നില്ലല്ലോ. എന്ത് പറയാനാ ശിവേട്ടാ, ബാങ്കിൽ ഒരുപാട് ജോലിയല്ലേ, അതൊക്കെ തീർക്കുമ്പോഴത്തേക്കും മനുഷ്യന് തലയ്ക്ക് പ്രാന്ത് പിടിക്കും. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ബാലചന്ദ്രൻ അവൻ്റെ ജ്വല്ലറിയിലെ വർക്ക് നോക്കിയാൽ പോരെ നിനക്ക്? നീ എന്തിനാ വല്ല ബാങ്കിലും പോയി കഷ്ടപ്പെടുന്നേ? എൻ്റെ ശിവേട്ടാ, സ്വന്തം കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു സ്ഥാപനത്തിൽ പോയി നിൽക്കുന്നതാ. അതാകുമ്പോൾ കയ്യിൽ 4 കാശും കിട്ടും. അത് കേട്ടതും സ്വന്തം കമ്പനിയിൽ വരുന്നതും നിനക്ക് തന്നെ ഉള്ളതല്ലേ, നിന്റെ മക്കൾക്കും. പിന്നെ എന്താ, അതൊന്നും ശിവേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, കമല എവിടെ? എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെയോ വർക്കും പൊരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമല ഓടി വരിക. ജയന്തി നീ വന്നോ? ഞാൻ വന്നു. അതെ, എനിക്കും കൂടെ കുറച്ച് തരണേ. എന്ത്? നീ വറുക്കുന്നതും പൊരിക്കുന്നതും ഒക്കെ എന്നോട് പറഞ്ഞു. അത് കേട്ടതും വറുക്കുന്നതും പൊരിക്കുന്നതോ? ശരി ശരി, അതൊക്കെ ഞാൻ തരാം. എടുത്തി എവിടെ മക്കളൊക്കെ? അത് കേട്ടതും അവർ മുകളിലുണ്ട് ജയന്തി. എന്നാലേ ദേ എനിക്ക് നാളെ തന്നെ തിരിച്ചു പോകണം. അല്ല ജയന്തി, നിന്റെ മക്കളൊക്കെ എവിടെ? അവരെന്താ കൊണ്ടുവരാതിരുന്നേ? ഓ, ഒന്നും പറയണ്ട, അവർക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഹോംവർക്കും ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്. അല്ല കമലെടുത്തി, എന്തായാലും ദേ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ മക്കളൊക്കെ? പിന്നെ അവർ പിന്നെ പഠിക്കാതിരിക്കോ? രഞ്ജു നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഉഴപ്പും ഹരിയാ. അപ്പോഴേക്കും നമ്മുടെ ഹരി ഓടി വരിക. ആൻറ്റി എപ്പോഴാ എത്തിയേ എന്നും ചോദിച്ചുകൊണ്ട്. ഞാനിതെപ്പോൾ വന്നോളടാ. അല്ല, എന്താടാ ഇത്? ഇത്രയും നാളും അപ്പച്ചിന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം പെട്ടെന്ന് എന്താ ഒരു ആൻറ്റി വിളി? എൻ്റെ കമലെടുത്തി, അതൊക്കെ കഴിഞ്ഞു. പഴയ കാലത്തൊക്കെ ഈ അപ്പച്ചി വിളിയും അമ്മായി വിളിയൊക്കെ. എന്നാൽ ഇപ്പോഴൊക്കെ ആൻറ്റിയാ. ആ വിളി കേൾക്കാനാ എനിക്കിഷ്ടം. നീ വിളിക്കടാ മോനെ. ആൻറ്റിന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴാണ് ഒരു സുഖം. നിൻ്റെ ആൻറ്റിക്ക് അതിൽ ഭയങ്കര സന്തോഷമാടാ മോനെ. അതാണ് എൻ്റെ അപ്പച്ചി ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. എന്തൊരു ജോളിയായിട്ടാ എൻ്റെ അമ്മ സംസാരിക്കുന്നത്. ഇനി എന്നോടും അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇല്ലെങ്കിൽ എന്നെ അകറ്റി നിർത്തുമോ? കർത്താവേ, എൻ്റെ അമ്മയെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അറിയില്ലല്ലോ, അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ അമ്മയുടെ മോളാന്ന്. അങ്ങനെ ഒന്ന് പോയി വിളിക്കാനും എനിക്ക് നീ അധികാരം തന്നില്ലല്ലോ. അങ്ങനെ ഒരു അനുവാദം നീ എനിക്ക് തരുമോ കർത്താവേ? അതെന്നായിരിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന കർത്താവിനോട് സംസാരിക്കുക. ഈ സമയം ജയന്തി, അല്ല അമ്മ എവിടെ? അമ്മ മുറിയിലുണ്ട് ജയന്തി. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. വേലക്കാരിയേ, അവളൊരു 1.5 വേലക്കാരിയാ. അതെന്താ എടുത്തി? നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യോ? പിന്നെ അവളെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് വിളിച്ച അപ്പം തുടങ്ങും അമ്മയ്ക്ക്, മോളെ അലീനെ ഒന്നിങ്ങ് വന്നേ, പൊന്നേ, മുത്തേ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. നമ്മളെ പോലെ അങ്ങനെ വിളിക്കാറില്ല. എന്നാൽ അലീനയെ വിളിക്കുന്ന വിളി കേട്ടാലുണ്ടല്ലോ നമുക്ക് തന്നെ ദേഷ്യം വരും. അത്രയ്ക്ക് അവളങ്ങോട്ട് അമ്മയുടെ മനസ്സിൽ കയറി പിടിച്ചിരിക്കുക. അതുകൊണ്ട് അടുക്കള ജോലിയൊന്നും ചെയ്യാനിട്ട് സമ്മതിക്കത്തേയില്ല. അവളെ ഇങ്ങോട്ട് ഞാനൊന്ന് വിളിച്ചാൽ അപ്പം അമ്മ അങ്ങോട്ട് വിളിക്കും, പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കും, പിന്നെ അവൾ അങ്ങോട്ട് വിളിയും. പിന്നെ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കണ്ടല്ലോ എന്ന് കരുതി ഞാനിപ്പോൾ അടുക്കളയിലേക്ക് വിളിക്കാറേ ഇല്ല. അവളായിട്ട് വന്ന് എന്തെങ്കിലും ചെയ്താലായി. അമ്മയെ നോക്കാൻ മാത്രമല്ല വീട്ടിലെ ജോലിയും കൂടെ ചെയ്യാനാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു. എന്നിട്ടും അവളാണെങ്കിലോ ഒരൊറ്റ പണിയിട്ട് ചെയ്യുന്നുമില്ല. ഞാനാണെങ്കിൽ മടുത്തു, എല്ലാ പണിയും ചെയ്ത് എനിക്ക് വയ്യ ജയന്തി എന്നൊക്കെ പറയാ. അത് കേട്ടതും അലീനയെ ഞാനൊന്ന് കാണട്ടെ. ഈ പറയുന്നൊക്കെ കേട്ടിട്ട് ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു. അതൊക്കെ അത്രയേ ഉള്ളൂ, ചെറിയ കുട്ടി തന്നെയാ. പക്ഷെ അവളെ വീട്ടു ജോലി കൊണ്ട് നിർത്തിയാലേ ഒരു വകയ്ക്കും ഉള്ളില്ല.
എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ തന്നെ കമല ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് കേട്ടതോടുകൂടെ ജയന്തിയുടെ മനസ്സങ്ങ് മാറുകയാണ്. അതെ, അലീന തൻ്റെ അമ്മയുടെ അരികിലേക്ക് പോകാനിരിക്കുമായിരുന്നു. ആ സമയത്ത് കമലയുടെ ക്രൂര വർത്തമാനം കാരണം ഇനി ജയന്തി അലീനയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിരിക്കും.